തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ സജീവമാണ് സംസ്ഥാനത്തെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും. എല്ലാവരും ലക്ഷ്യം വെക്കുന്നതും എങ്ങനെ ഭരണം പിടിക്കാമെന്ന കാര്യം തന്നെയാണ്. അതിനായി പല തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത്. സീറ്റ് നിഷേധിക്കുന്നതിന്റെ പേരിൽ മറ്റ് പാർട്ടികളിൽ ചേക്കേറുന്നതും വിമതന്മാരായി മത്സരിക്കുന്നതുമടക്കം പലതരം ട്രെൻഡുകളാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത്. അതിനിടയിലാണ് സിനിമാ താരങ്ങളെ മുൻനിർത്തിയുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ കെ ബാബു മത്സരിക്കാനാകില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ച സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറയിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ സജീവമായിരുന്നു. കാലങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് അടുത്തു നിൽക്കുന്ന രമേശ് പിഷാരടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. പിഷാരടിയാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നതെങ്കിൽ മണ്ഡലം തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിക്കാനുള്ള നീക്കവുമായി തന്നെയാണ് LDFും. അതിനായി ആദ്യം ഉയർന്നു വന്ന പേര് കൊച്ചി മുൻ മേയർ M അനിൽകുമാറിൻ്റെതാണ്. കൊച്ചി മേയറായി അദ്ദേഹം കാഴ്ചവെച്ച മികച്ച പ്രവർത്തനം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ്. എന്നാൽ അതിനിടയിൽ രമേശ് പിഷാരടിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു ഘടകമായി നിലനിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് സിനിമാ സീരിയൽ താരം ജയകൃഷ്ണന്റേതാണ്. തികഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകനായ ജയകൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ രാഷ്ട്രീയത്തിലുപരി വലിയൊരു താരപ്പോര് തന്നെ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ താമസിക്കുന്ന ജയകൃഷ്ണൻ സിനിമയിലെ പോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലും സജീവമാണ്. ജനങ്ങളോട് മാന്യമായും താരജാടയുമില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ പോകുന്ന പ്രധാന ഘടകമെന്ന കാര്യത്തിൽ തർക്കമില്ല. BJP ചരിത്രത്തിൽ ആദ്യമായി നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിനാൽ LDFന് മണ്ഡലം പിടിക്കുക എന്നതും UDFന് നിലനിർത്തുക എന്നതുമാണ് പ്രധാന വെല്ലുവിളി. സാമുദായിക സമവാക്യങ്ങൾ കൂടെ പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിർണ്ണയിക്കുന്നതെങ്കിൽ രമേശ് പിഷാരടിക്ക് തന്നെയാണ് UDFൽ സാധ്യത. അതിനിടയിൽ മറ്റ് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരിൽ മുൻ മേയർ സൗമിനി ജയൻ, ദീപക് ജോയ് എന്നിവരുടെ പേരുകളാണ് പ്രധാനം. ഇടതുപക്ഷത്തിലേക്ക് വരുമ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ജയകൃഷ്ണന് പുറമെ ചാനൽ ചർച്ചകളിൽ സജീവമാകുന്ന CPM മുഖം അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ പേരും മുൻ കൊച്ചി മേയർ M അനിൽകുമാറിന്റെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. സംസ്ഥാനത്ത് BJPക്ക് വേരോട്ടമുണ്ടാക്കിയ മണ്ഡലം കൂടിയായതിനാൽ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ തവണ മത്സരിച്ച KS രാധാകൃഷ്ണൻ, BJP നേതാവ് AN രാധാകൃഷ്ണൻ അടക്കമുള്ള പേരുകളാണ് BJP പരിഗണനയിലുള്ളത്. അതിനിടയിൽ പാതിവില തട്ടിപ്പ് കേസിൽ വീണ്ടും AN രാധാകൃഷ്ണന് മേൽ പരാതികൾ ഉയർന്നു കേൾക്കുന്നത് BJPക്ക് ഒരു കരിനിഴൽ വീഴ്ത്തുമോ എന്നും സംശയമുയരുന്നുണ്ട്. എന്തൊക്കെയായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും തൃപ്പൂണിത്തുറ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നുറപ്പാണ്.